ഹലോ, മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല മോര് കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോര് കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് എടുക്കാം. ഇവിടെ വളരെ എരിവ് കുറവാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ 3 കതിര് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി നാളികേരം കൂടി. ഇതാണ് കേട്ടോ അതിൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. നാളികേരം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്, ഒരു പിടി മതി. ഇനി ഇതിലേക്ക് ആയിട്ട് ഞാൻ നല്ല കട്ട തൈരാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല കട്ട തൈര് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചിട്ടാണ് കേട്ടോ അതിലോട്ട് എടുക്കണം. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒരൊറ്റ കറക്ക് കറിക്കാൻ നമുക്ക് ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഈ മാറ്റി വെച്ച നാളികേരം എടുത്തിട്ട് ഞാനൊന്ന് ഒരു കുറച്ച് വെള്ളം കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഞാൻ ആ തൈരിലോട്ട് ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ തേങ്ങാപ്പാൽ മാത്രമാണ് പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ആ നാളികേരം അരയാൻ ആവശ്യമായിട്ടുള്ള അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് പാലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു 5-8 ഉലുവ, മുഴുവനോടുള്ള ഉലുവയാണ് കേട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതും നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളകും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ചുവന്നുള്ളിയും കൂടി ചതച്ച്, പിന്നെ മുളക് ഞാനത് നടു കീറിയിട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില ഉപയോഗിച്ചിട്ട് അതിന് പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിതിൽ ഈ സമയത്ത് ഞാൻ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി പെട്ടെന്ന് മൂത്ത് വരാനൊക്കെ അത് എളുപ്പമാക്കി തരും. ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ കളറൊന്നും മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് ആഡ് ചെയ്യുന്നുണ്ട്. മുളക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം പോകണ വരെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മൺകല ആണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. സാധാരണ സ്റ്റീലിൻ്റെ ചട്ടിയോ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഗ്യാസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതിന് ശേഷം ഒരു കുറച്ച് ചൂട് മാറിയതിന് ശേഷം ഞാൻ ആ മാറ്റി വെച്ച തൈര്, കട്ടയൊക്കെ ഉടച്ച് നമ്മൾ മാറ്റി വെച്ച തൈര് ഇതിലോട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. അവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ തൈരൊക്കെ കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇത് ആ തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലില്ല, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഫസ്റ്റത്തെ പാല് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നേരിയെ ചൂടാക്കാനായിട്ട് ചെറുതായി ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ച് ചെറിയൊരു ചൂടാവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടായിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കാം, ഗ്യാസ് ഒന്ന് ഇറക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇത് തിളച്ച് പോകും കേട്ടോ. മൺചട്ടിക്ക് പ്രത്യേകം ചൂടാവും എന്നുള്ളൊരിതുണ്ട് കേട്ടോ. ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ മോര് കാച്ചിയത്. ഇത് കഴിക്കാനായിട്ട് നല്ല കുത്തിക്കാച്ചിയ പയർ, മുതിര അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു ഒഴിച്ചുകറി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ഒരു പപ്പടം വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയണം.
വളരെ സിമ്പിളാണ്, എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.